എവ്രിവൺ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അലീഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന മുഖ്യ വിഷയം എന്ന് പറയുമ്പോൾ പ്ലേ ഡേറ്റ് എന്നൊരു സംഭവത്തെ പറ്റിയാണ്. ഈ പ്ലേ ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പറയണ പോലെ അയൽവക്കത്തെ വീട്ടിൽ കൊച്ചുങ്ങളെ കളിക്കാൻ വിടുന്നത് തന്നെയാണ് ഈ പ്ലേ ഡേറ്റ്. പക്ഷെ അതിന് കാനഡയിലോട്ടും US-ലോട്ടൊക്കെ പുറം രാജ്യങ്ങളിലോട്ട് വരുമ്പോൾ അതിനൊക്കെ കുറച്ചൊരു റൂൾസും റെഗുലേഷൻസ് ഒക്കെ പാലിക്കാനുണ്ട്. റെഗുലേഷൻസ് അല്ല, റൂൾസ് പാലിക്കാനുണ്ട്. ബേസിക്കലി റൂൾസ് എന്ന് പറയുമ്പോൾ മര്യാദകളാണല്ലോ. അപ്പോൾ ഈ മര്യാദകൾ എന്തൊക്കെ നമ്മൾ പാലിക്കണം എന്നതാണ് ഇന്നത്തെ ഒരു ഇത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ കം അലോങ് വിത്ത് മീ ഫോർ എ ഡേ ഇൻ മൈ ലൈഫ് ടു. ഈ ഡേ ഇൻ മൈ ലൈഫ് വൈൽ ഐ ഗോ ഫോർ എ പിക്നിക് ടു എൽബോ ഫോൾസ്. എൽബോ ഫോൾസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അടുത്തുനിന്ന് എൽബോ ഫോൾസ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു അറൗണ്ട് ലൈക്ക് 1.5 ജേർണി ഉണ്ട് കാൽഗറിയിൽ നിന്ന് എൽബോ ഫോൾസിലോട്ട്. കാനാസ്കീസ് കൗണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ എൽബോ ഫോൾസ്. ബേസിക്കലി ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ പോകുന്നത്. എൻ്റെ എല്ലാ വീഡിയോസിലും ബാൻഫും കുന്നും മലകളും മലനിരപ്പൊക്കെയാണ്. എനിക്ക് ഈ പ്രകൃതി രമണീയമായ ഭംഗി കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാ വീക്കെൻഡും ഇങ്ങനത്തെ പ്ലേസസ് ഒക്കെ ചൂസ് ചെയ്യുന്നത്. I was basically from Wayanad, so mostly all my childhood core memories are related to all the greenery, the forest. If you could see the way we are going, it's all about this greenery. ഞങ്ങൾക്ക് ഇന്ന് പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഒന്നും ഇല്ല. All what we are gonna do there is കുറച്ച് പിക്നിക് മോഡ് ഓൺ ആണ്. ഞങ്ങൾ കുറച്ച് ഫുഡ് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൊറിയുള്ള ഒരാൾ സൈഡിൽ ഇരിപ്പുണ്ട്. He basically hates me talking all this kind of a nonsense, but I feel these are my precious memories that would be there in my core memory, and I just want to vlog all those things so that it doesn't fade away. Even if my memory fades, it's gonna be retained, right? So that's the main purpose of this video. And that's it. In the video, I just want to pass on some information that's related to the play date to another home. അപ്പോൾ ഞങ്ങളുടെ ആദ്യമൊക്കെ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് ഇങ്ങനെ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ പാരൻസ് ഒക്കെ വന്ന് ചോദിക്കും, ഈ ക്യാൻ വി ഹാവ് എ പ്ലേ ഡേറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. വാട്ട് ഇസ് ദിസ് പ്ലേ ഡേറ്റ്? ഇത് സംതിങ് ദാറ്റ് ഐ നീഡ് ടു ബി അവെയർ ഓഫ്, എന്തെങ്കിലും കൊടുത്തു വിടണോ അങ്ങനെയൊക്കെ. അപ്പോൾ ഈ വീഡിയോയിൽ അതാണ് ഞാൻ ബേസിക്കലി പറയാൻ പോകുന്നത്. ഒരു പ്ലേ ഡേറ്റിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് പ്ലേ ഡേറ്റ്. ഇവിടെ പ്ലേ ഡേറ്റ് എന്ന് പറയുമ്പോൾ പാരൻസ് ഒന്നും നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. കൊച്ചുങ്ങളുടെ ഫ്രണ്ട്സിനെ തന്നെയാണ് ദേ ആർ കംഫർട്ടബിൾ വിത്ത്. ദേ വിൽ കം ആൻഡ് ആസ്ക് ടു us, ഹേ മമ്മി നമുക്കിങ്ങനെ പ്ലേ ഡേറ്റ് ഇൻവൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവരിങ്ങനെ പറയും, ഇങ്ങനെ കൊച്ചു പ്ലേ ഡേറ്റ് തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എന്തൊക്കെ ചെയ്യണമെന്ന് അവർ ചോദിക്കും. അങ്ങനത്തെ ഒരു കേസ് വരുന്നതാണെങ്കിൽ പ്ലേ ഡേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പാരൻസിന്റെ ഫോൺ നമ്പർ അവരുടെ നിന്ന് വാങ്ങിക്കാൻ നോക്കും. അപ്പോൾ പാരൻസിന്റെ ഫോൺ നമ്പർ വരുമ്പോൾ അവരെ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് പറയുക, ഹേ വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ എ പ്ലേ ഡേറ്റ്, ഒന്നെങ്കിൽ ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന പ്ലേ ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇൻവിറ്റേഷൻ അയക്കാം. ഈ ഇൻവിറ്റേഷൻ അയക്കുന്ന സമയത്ത് ജസ്റ്റ് ഇൻഫോം ദ ടൈം ആൻഡ് ദ ഡേറ്റ്. ആ ടൈം ആൻഡ് ഡേറ്റ് അവർക്ക് ഫീസിബിൾ ആണോ എന്ന് ചോദിക്കുക. അവർക്ക് ഫീസിബിൾ ആണെങ്കിൽ ആ ടൈം ആൻഡ് ഡേറ്റിൽ നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാം. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, പ്ലേ ഡേറ്റ് ഇനീഷ്യലി ഇപ്പോൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടായിരിക്കും. ഇപ്പോൾ കുഞ്ഞു ബേബീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്ലേ ഡേറ്റ് നമ്മൾ മിക്കവാറും സൂപ്പർവൈസ് പ്ലേ ഡേറ്റ്സ് ആയിരിക്കും. പാരൻസ് കൂടെ പോകും, കാരണം കുഞ്ഞു ബേബീസ് അല്ലേ. പക്ഷെ എബൌട്ട് 3 to എന്നുവെച്ചാൽ കാര്യങ്ങൾ കുറച്ചും കൂടി പ്രാപ്തരായ ഒരു പ്രായം വരില്ലേ, എബൌട്ട് 5 or 6, 7 or 8, ആ പ്ലേ ഡേറ്റ് ഒക്കെ ആണെങ്കിൽ മാക്സിമം 1.5 hour വി ജസ്റ്റ് ഡ്രോപ്പ് ദം ടു ദാറ്റ് ഹോം ആൻഡ് വി ഷുഡ് ലീവ്. നമ്മളവിടെ വീട്ടിൽ ഇരിക്കുന്നത് അത് ഒട്ടും നല്ലതല്ല. മറ്റേ ഹോസ്റ്റിന് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. അപ്പൊ മിക്കവാറും അമ്മയുടെ ആദ്യം ഫസ്റ്റ് ടൈം വരുന്ന കൊച്ചുങ്ങളൊക്കെ ആണെങ്കിൽ ദി പാരൻസ് മൈ ജസ്റ്റ് ഹാവ് എ സൂപ്പർവിഷൻ ഇൻസൈഡ് ആ ഹോം. അന്ന് എല്ലാ മുറികളല്ല, ജസ്റ്റ് വന്ന് നമ്മളൊന്ന് പരിചയപ്പെടും, എന്നിട്ട് അവർ കൊച്ചിനെ ആക്കിയിട്ട് അവർ പോകും. ബട്ട് ദേ വിൽ സേ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ വന്ന് വിളിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പോകും. പിന്നെ ചില പാരൻസ് എന്നെ സ്നാക്സ് ഒക്കെ കൊടുത്തയക്കാറുണ്ട്. ബട്ട് വി ഡോണ്ട് എക്സ്പെക്ട് അവർ ഫുഡ് കൊണ്ടുവരണം ഞാൻ എക്സ്പെക്ട് ചെയ്യാറില്ല. ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ തന്നെ ഫുഡ് കൊടുക്കും. പക്ഷെ മിക്ക സ്ഥലത്തും ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹോസ്റ്റ് അങ്ങനെ. പക്ഷെ നമ്മളൊരു സേഫ് സൈഡിന് എപ്പോഴും ഫുഡ് കൊടുത്ത് അയക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ അവരത് കഴിക്കില്ല, ചിലപ്പോൾ കഴിക്കും. അതല്ലെങ്കിൽ അവർ വീട്ടിൽ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ ഞാൻ തന്നെയാണ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. എൻ്റെ ഏറ്റവും ഈസി ടു ഗോ ഫുഡാണ്, നഗറ്റ്സ് ആണ്. ഞങ്ങൾ കോസ്കോന്ന് ഒരു ഫ്രോസൺ നഗറ്റ്സിൻ്റെ ഒരു ബാഗ് വാങ്ങിച്ചു വെക്കും. അത് കുറച്ച് ഹീറ്റ് ചെയ്ത് കൊടുക്കും. ഹീറ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ എയർ ഫ്രയറിലിട്ടിട്ട് കുറച്ച് അത് ഞാൻ കാണിച്ചു തരാം, ക്ലിപ്സ് ഞാൻ കാണിച്ചു തരാം.
അതിനുശേഷം ഞാൻ ചെയ്യുന്ന കുറച്ച് ഫ്രൂട്ട്സോ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യും, അല്ലെങ്കിൽ ക്യൂക്കംബർ, ക്യാരറ്റ്, ഇതെന്തെങ്കിലും വെജീസ് ഇമ്പോർട്ടൻ്റ് ആണ്, വെജീസ് എന്തെങ്കിലും കൊടുക്കും. അതിനുശേഷം ഇവർക്ക് വേണമെങ്കിൽ ഒരു ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കുടിക്കാം. പിന്നെ ഇവരെന്നെ കൊച്ചുങ്ങളാകുമ്പോൾ വല്ല ഫ്രോസൺ ഡെസേർട്ടിന് വേണ്ടി വല്ല ഐസ്ക്രീമോ അല്ലെങ്കിൽ ഫ്രോസൺ യോഗോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് അവർ കഴിച്ചോളും. ഇതാണ് ബേസിക്കലി എൻ്റെ വീട്ടിലോട്ട് വരുമ്പോൾ ബേസിക് സ്നാക്ക്. അധികം നമ്മൾ ഓവറാക്കാറില്ല, നമ്മളിങ്ങനെ മെയിൻ കോഴ്സും അങ്ങനത്തെ ഫുഡൊന്നും കൊടുക്കാറില്ല. ജസ്റ്റ് അവർക്കൊരു ഹാപ്പി ആവാനുള്ള ഫുഡ് മാത്രം. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ പ്ലേ ഡേറ്റിന് ഇപ്പോൾ ഗേൾസ് ആണ് വരുന്നെങ്കിൽ ഗേൾസിന് കളിക്കാനുള്ള കുറച്ച് ടോയ്സ് എന്തെങ്കിലും വേണം. എസ്പെഷ്യലി നമ്മുടെ കൊച്ചു ഗേൾ ആയതുകൊണ്ട് എന്തായാലും വീട്ടിൽ ഓൾറെഡി അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പോൾ ബോയ് ആണെങ്കിൽ എന്തായാലും ഞങ്ങളുടെ വീട്ടിലെ ബോയ്സിന് കളിക്കാനുള്ള ടോയ്സ് ഇല്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താൽ നല്ലതായിരിക്കും. എന്തെങ്കിലും ടോയ്സ് അവർക്ക് കൊണ്ടുവരാണെങ്കിൽ കൊണ്ടുവരട്ടെ എന്നുള്ള രീതിയിൽ ഇൻഫോം ചെയ്യാം. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. അതാണ് ഞങ്ങളുടെ വീട്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അത്രേ ഉള്ളൂ ഫുഡ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു പുതിയ കൊച്ച വരുന്നതാണെങ്കിൽ പ്ലേ ഡേറ്റിന് ജസ്റ്റ് ആസ്ക് യുവർ പാരൻസ് വെദർ ദേ ഹാവ് എൻ അലർജി ഓർ നോട്ട്. ഇവിടുത്തെ മിക്ക കൊച്ചുങ്ങൾക്കുള്ള മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദേ മേ ബി അലർജിക് ടു പീനട്സ് ഓർ നട്ട്സോ ഗ്ലൂട്ടനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അലർജീസും ഫുഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് എൻഷുർ ദാറ്റ് വാട്ട് എവർ യു ഗിവ് ആസ് ഗുഡ് ഫോർ ദ കിഡ്. അപ്പോൾ അതുകൊണ്ട് പാരൻസിനോട് ചോദിച്ചു വെക്കുക. ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരു അവസ്ഥ വെച്ചാൽ ഇപ്പോൾ ഞങ്ങളിപ്പോൾ 2 വർഷമായി ഓൾറെഡി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കാൽഗറിയിൽ. അപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ പാരൻസിൻ്റെ മിക്കവരായിട്ടും ഓൾമോസ്റ്റ് അറിയാം ഞങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു 2 വർഷമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം മിക്ക കൊച്ചുങ്ങളുടെയും ഒരുമാതിരി ഫുഡിനെ പറ്റിയൊക്കെ അറിയാൻ ഞാൻ ഇപ്പോൾ ചോദിക്കാറില്ല. പിന്നെ ചില പാരൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ 6 മണിക്കൂറോ 4-5 മണിക്കൂറൊക്കെ നിർത്തിയിട്ട് പോകും. ഇപ്പം അങ്ങനെ ടൈമായിട്ട് നമ്മൾ ഇപ്പോൾ ഇൻഫോർമൽ പ്ലേ ഡേറ്റ്സ് ആയിട്ട് അത് കുറേ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ എവിടെയെങ്കിലും കോസ്കോ എറാൻഡ് പോകാനാണെങ്കിൽ തന്നെ അവർ ഇൻഫോം ചെയ്യും. ഇപ്പോൾ പ്ലേ ഡേറ്റ് നമുക്ക് എവിടെയെങ്കിലും പോകാനുള്ള അവസ്ഥകളിലൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ കൊച്ചിനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോകും. അതുപോലെ തന്നെ അവരും ഇപ്പോൾ എവിടെയെങ്കിലും എറാൻസ് പോകാനുണ്ടെങ്കിൽ അവർ കൊച്ചിനെ ഞങ്ങളുടെ അടുത്ത് ആക്കിയിട്ട് ഞങ്ങളൊരു പ്ലേ ഡേറ്റ് പോലെ ആക്കിയിട്ട് അവർ ആ ഒരു ടൈം യൂസ് ചെയ്യും. അങ്ങനെയും അതും ഇൻഫോർമലായിട്ട് ഇപ്പോൾ ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ഹോസ്റ്റ് ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ സപ്പോസ് ഇപ്പം മറ്റുള്ളവരുടെ വീട്ടിലോട്ട് നമ്മൾ വിടുന്നതാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ഓഫ് ദ പ്ലേ ഡേറ്റ്. അവർ പറഞ്ഞെന്ന് വരില്ല. മിക്ക പ്ലേ ഡേറ്റ്സും ഞങ്ങൾ പോയിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല ഇത്രയും മണിക്കൂറാണ് പ്ലേ ഡേറ്റ് ഹോസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ എത്ര മണിക്കൂറാണ് നിർത്തുന്നത്. ബേസിക് മാനേഴ്സ് എന്ന് പറയുമ്പോൾ 1.5 hour മാക്സിമം, അതിനെക്കാട്ടും കൂടരുത്. എസ്പെഷ്യലി ഫോർമൽ പ്ലേ ഡേറ്റ്സ് ആകുമ്പോൾ ഒട്ടും ഡ്യൂറേഷൻ കൂട്ടരുത്. ജസ്റ്റ് എൻഷുർ ദാറ്റ് യു കം ആൻഡ് പിക്ക് അപ്പ് യുവർ കിഡ് ബൈ അറ്റ്ലീസ്റ്റ് ബൈ മിനിമം 1.5 hour. നമുക്കവർക്ക് തലവേദന ആക്കാനേ പാടില്ല. അപ്പോൾ അതൊരു മെയിൻ കണ്ടീഷനാണ്. പിന്നെ ബാക്കിയുള്ളതോടെ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്നാക്സ് കൊടുത്തയക്കാം. ഇപ്പോൾ നമ്മൾക്കറിയില്ല നമ്മുടെ കൊച്ചിൻ്റെ വിശപ്പിൻ്റെ ഇതൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഭയങ്കര വിശപ്പ് കുറച്ച് ഉള്ള കൊച്ചുങ്ങളാണെങ്കിൽ നമ്മൾ കുറച്ചെങ്കിലും സ്നാക്സ് പ്രിപ്പയർ ചെയ്ത് വിടുക. ചില വീട്ടിലൊക്കെ കൊടുത്തെന്ന് വരില്ല ഫുഡ്, അത് ടോട്ടലി ഡിപ്പെൻഡ്. അപ്പോൾ അങ്ങനെ റൂളൊന്നും ഇല്ലേ കൊടുക്കണമെന്ന്. ഇറ്റ്സ് ടോട്ടലി ഡിപ്പെൻഡൻറ്റ് അപ്പോൺ ദം. അപ്പോൾ ജസ്റ്റ് എൻഷുർ ദാറ്റ് യു ഹാവ് സം സ്നാക്ക് ഓർ വാട്ടർ ഫോർ ദ കിഡ് വെൻ യു സെൻഡ് ദം. നമ്മളിപ്പോൾ ഇൻഫോർമൽ പ്ലേ ഡേറ്റ്സ് ഇപ്പോൾ അറിയണ പാരൻസ് ആണെങ്കിൽ ഇതൊന്നും ബാധകമല്ല. നമുക്ക് ഓൾറെഡി അറിയാം അവരെങ്ങനെ ബിഹേവ് ചെയ്യും എന്നൊക്കെ. ദാറ്റ്സ് ഇറ്റ്. I'll show you some glimpse on the way. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എൽബോ ഫോൾസിൻ്റെ അടുത്തുള്ള ഒരു റിവർ. ആ റിവറിൻ്റെ അടുത്താണ് ഞങ്ങളിപ്പോൾ പിക്നിക് സ്പോട്ട് നോക്കി നടക്കുകയാണ്. പിക്നിക് സ്പോട്ടൊന്നും വലുതായിട്ട് കാണുന്നൊന്നുമില്ല. നാട്ടിൽ 7ാം ക്ലാസ് വരെയും വയനാടായിരുന്നു. വയനാടിൻ്റെ ഭംഗി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി ക്ലോസ് ടു ദ നേച്ചർ. നിറച്ചും മലകളും പച്ചപ്പും ഹരിതാപവും ഒക്കെയാണ് വയനാട്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എനിക്ക് കാനഡയിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്ത ഏറ്റവും വലിയ വിഷമം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡയിൽ മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് ജോലിക്ക് വേണ്ടിയാണ്. നമ്മൾ ചെയ്യുന്ന വർക്ക് സ്ട്രീമിൽ പാടാണ് നാട്ടിലൊരു പ്രോപ്പറായിട്ടുള്ളൊരു ജോലി കിട്ടാൻ വേണ്ടി. അതുകൊണ്ടാണ് കാനഡയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തത്. പക്ഷേ ഏറ്റവും വലിയ വിഷമമായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഈ പച്ചപ്പും ഹരിതാപമൊക്കെ എൻ്റെ കൊച്ചിനെ എങ്ങനെ കൊടുക്കാൻ പറ്റും, എത്രത്തോളം എനിക്ക് കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ടൊറോണ്ടോ വന്നപ്പോൾ ഇമ്പോസിബിളാണെന്ന് മനസ്സിലായി. വലിയ നടക്കുന്നുള്ള വിഷയമല്ലായിരുന്നു. പക്ഷേ തിരിച്ച് കാനഡയിൽ തന്നെ കാൽഗറിയിലോട്ട് മൈഗ്രേറ്റ് ചെയ്തപ്പോഴാണ് ഗൈസ് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലത്തെ പച്ചപ്പും ഹരിതാപമൊക്കെ ഇവിടെയും ഉണ്ട്. ഞങ്ങളാണെങ്കിൽ നാഷണൽ പാർക്സ് തേടി കണ്ടെത്തലാണ് എല്ലാ മാസവും പണി.
ഒരു ലോഡ് സാധനം കൊണ്ട് നടക്കണം. അവളുടെ കോസ്മെറ്റിക്സും അവളുടെ ക്യാമറയും അവളുടെ ഓരോരോ സാധനങ്ങളും. സി, ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഗൈസ്. ഒരു വ്ളോഗറിൻ്റെ ചിരിക്കണ മുഖത്തിൻ്റെ പിന്നിലെ ആ ഒരു അവസ്ഥയുണ്ട്. നോ വൺ വിൽ സീ ദാറ്റ്. യു ഷുഡ് ഓൾ റെക്കഗ്നൈസ് ദോസ് ഫേസസ് ബിഹൈൻഡ് ദ സ്ക്രീൻസ്. Bills to help you cheek to cheek, but this is not reality. Or let it sink in. Yeah, just let it sink in. Always changing all the scenery. Oh, why I'm living in this fantasy? Don't know, let it sink in. ഹേ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പിക്നിക് തീരാറായി. വി ആർ ഹെഡിങ് ബാക്ക് ടു അവർ ഹോം. സോ ഇഫ് എവർ യു ലൈക്ക് അവർ വീഡിയോ, please don't forget to subscribe to our channel and like our content. Thank you guys for watching. With lots of love, signing off, Alicia.